വിഷമൊന്നുമില്ലല്ലോ? ഇല്ലല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വാദീസ് വ്ളോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ, അതായത് നമ്മുടെ തീർത്തൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അധികം പേരെയൊന്നും വിളിക്കുന്നില്ല, ഒരു 2-3-5 പേരെ വിളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ തീർത്ത് പറഞ്ഞ് തീർത്ത് ഉറങ്ങിപ്പോയി കേട്ടോ. അതാണ്. അപ്പം ഞാൻ തേജു ഉറങ്ങി, അന്നേരം വേഗം അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനത്തെ ഞാൻ വേഗം തന്നെ അതേ ബലൂണൊക്കെ വീർപ്പിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ കുറേ നേരം മുന്നോട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കാലത്തൊക്കെ ഇങ്ങനെ അതിലൂടെ ഓടി നടന്ന് വെയിലത്തൂടൊക്കെ നടന്നതിൻ്റെ ഒന്നും കേട്ടോ ഭയങ്കര വേദന കേട്ടോ. അതല്ല എനിക്കിടയിൽ വെള്ളമൊന്നും അധികം കുടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തലവേദന വരും കേട്ടോ. പിന്നെ അതേ ഞാനൊരു ഗുളികയൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ അതേ തലവേദന ഒരു കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി ശമനമായിട്ടുണ്ട്. അപ്പം തേജ് ഉണരുന്നതിന് മുന്നേ വേഗം തന്നെ ബലൂണൊക്കെ വീർപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ അവനുണർന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും കുറച്ച് നേരത്തിന്, പിന്നെ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. തീർത്തുണർന്നാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. തേജു അങ്ങനെയല്ല. അപ്പം വേഗം എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ ഞാൻ നോക്കുക കേട്ടോ. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. അപ്പം ഇതൊക്കെ ആട്ടോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുപാടൊന്നും അങ്ങനെ ബലൂണൊന്നും ആക്കാൻ പോയില്ല കേട്ടോ. അത് നേരമില്ല. അപ്പോൾ തേജുവിനും തീർത്തിനും ഇത് രണ്ടാളെ ഉണർത്തി കേട്ടോ. പിന്നെ ഇത് രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് രണ്ടുപേരും നിർത്തി. അപ്പം പിന്നെ ആൾക്കാരൊക്കെ വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ വേഗം തന്നെ എല്ലാം കഴിച്ച് കൂട്ടണമല്ലോ. അങ്ങനത്തെ എനിക്കും റെഡി ആവണം. അപ്പം രണ്ടുപേരും നിർത്തി കേട്ടോ. തീർത്താണ് ഉണർന്നെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അതിശയത്തോടായിട്ട് നോക്കിയത്. അപ്പം അവളോട്ട് പറഞ്ഞത് റെഡിയാക്കാന്ന് പറഞ്ഞാൽ അവൾ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പറ്റില്ല, അങ്ങനെ വിഷമമൊന്നുമില്ലല്ലോ? വിഷമൊന്നുമില്ലല്ലോ? ഇല്ലല്ലേ? കഴിഞ്ഞാൽ എന്ത് ചെയ്തു? എന്താ വാങ്ങിച്ചേ? വാങ്ങിച്ചല്ലേ? തീർത്തിനോട് പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലെന്ന് കേട്ടോ. അപ്പോൾ അവൾ അറിയാണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ അവളോട് ചോദിച്ചപ്പം ഒക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാൽ ചെറിയൊരു വിഷമ മുഖത്തുണ്ട്. കുഴപ്പമില്ല, വിഷമില്ല എന്ന് പറഞ്ഞാലും. പിന്നെ അത് കേക്ക് അവിടെ ഇഷ്ടമുള്ള കേക്കാണ് കേട്ടോ. നേരത്തെ തന്നെ ദൈത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് യൂണിക്കോണിൻ്റെ മതി എന്നുള്ളത്. അങ്ങനെ അത് അവിടെ ഇഷ്ടം പോലെ തന്നെ യൂണിക്കോണിൻ്റെ കേക്ക് കേട്ടോ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പം കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് വരാനുള്ളവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിട്ട് വെയിറ്റ് ചെയ്ത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ബർത്ത്ഡേ സമയത്താട്ടോ തീർത്തുന് ഭയങ്കര പനിയായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ നിർത്തിയിട്ടൊക്കെ നിൽക്കാൻ പോലും പറ്റണില്ലായിരുന്നു കേട്ടോ. അതുപോലെ വയ്യാണ്ടായി. പിന്നെ അത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം തീർത്തുനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് എനിക്ക് സത്യം ഈ പ്രാവശ്യം പേടിയുണ്ടായിരുന്നു. ഈ സമയം പനി വല്ലതും വരുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനി വന്നു, എണ്ണ പനി വന്നു. അപ്പോഴും ഞാൻ പേടിച്ചിട്ട് ഇനി ഇവക്കും തേജിനും വരുമോ എന്നായിരുന്നു കേട്ടോ. ഏതായാലും ഭാഗ്യത്തിന് പനിയൊന്നും വന്നിട്ടില്ലേ. ചേച്ചിക്ക് കൊടുക്ക്. ആ വായൊക്കെ മിടുക്കൻ. കേക്ക് കഴിച്ചത് പോരെ? നിനക്ക് ചോറുണ്ടാ പോരെ? ബിരിയാണി ഉണ്ട്, ബിരിയാണി കഴിച്ച പോരെ? പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിൽ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനും തീർത്തും കൂടെ കൊടുത്തേട്ടോ. അപ്പം വന്ന വഴിക്ക് അപ്പോൾ ആൻറ്റി തന്ന കേട്ടോ, തീർത്തുന് കൊടുക്കാൻ തന്നാണ്. അപ്പോൾ ബർത്ത്ഡേ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പം കണ്ടപ്പോൾ മിഠായിയും മാലയും പിന്നെ സ്ലൈഡും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ എല്ലാവരെയും. ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അവരെല്ലാം കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചവരെല്ലാം പോയി. പിന്നെ തീത്തൂനും തേജുനും ഞാൻ കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ ഞാനും അമ്മ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ നമ്മുടെ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുക കേട്ടോ. ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇരുന്നത്.
അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് തീർത്തുൻ്റെ കൈക്ക് കൊടുക്കുക. തീർത്തുന് തന്നെയല്ല കേട്ടോ, തേജുനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. തേജുവിന് ഡ്രസ്സും പിന്നെന്താ JCB വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ത് JCB കിട്ടിയപ്പോഴേ അവന് വേറെ ഒന്നും വേണ്ട കേട്ടോ, അതിനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൽ ഡ്രസ്സെല്ലാം ഒന്നും നോക്കുന്നുകൂടി ഇല്ല കേട്ടോ. തീർത്തുനാണെങ്കിൽ ഡ്രസ്സും പിന്നെ അതേ ഇപ്പോൾ ഒരു പാവയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ വീടിൻ്റെ ഒരു കട്ട പോലെ ഇരിക്കുന്ന അതും മേടിച്ചിട്ടുണ്ട്. അത് 2 ദിവസം മുന്നേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ വേണമെന്നത് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടത് കിട്ടിയപ്പം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ അതേ ഞങ്ങളും ഹാപ്പിയായി. അപ്പോൾ അതേ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതേ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോന്നിങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താണെന്നുള്ളത്. പിന്നെ അതേ വാങ്ങിച്ചത് ഡ്രസ്സുകളൊക്കെ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുക കേട്ടോ. ഇത് അടിപൊളിയാണോ എന്ന് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, എല്ലാം അടിപൊളിയായിട്ട് നടന്നു. തീർത്തുന ഹാപ്പിയാണോ? ഹാപ്പി. അപ്പോൾ തീർത്തുവിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. തീർത്തു ഭയങ്കര ഹാപ്പിയാണ്. തീർത്തുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് ഒന്നുമില്ല, ഈ പ്രാവശ്യം ഗിഫ്റ്റ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ തീർത്തു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു മാല പിടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടോ. എന്നിട്ട് ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തീർത്തു സാരില്ല, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത്. തീർത്തു എന്നാൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് വാങ്ങിച്ചോ എന്ന്. തീർത്തുനെ കാണിക്കാണ്ട് ഞാൻ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇഷ്ടമായോ? ഇഷ്ടമായി. ഇതാര് കൊണ്ടുവന്നാ? ഇത് അമ്മ. ഇതാ അല്ല, ഇത് സൂത്തുമ്മ. ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മര്യാദയ്ക്കൊക്കെ എടുക്കണമെന്ന് ഞാൻ ഓർത്താട്ടോ, പക്ഷെ അങ്ങോട്ട് നടന്നില്ല. കാരണം ഭയങ്കര ധൃതിയായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തലവേന വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഇത് അറേഞ്ച് ചെയ്യണമായിരുന്നു. അതൊക്കെ കാരണം വരേക്ക് ഒന്ന് എന്താ പറയുക വീഡിയോ എടുക്കാൻ വരേക്ക് പറ്റിയില്ല കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.